ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ ജയ് ഗണേശ് സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് അതിന്റെ ടീസർ റിയാക്ട് ചെയ്തായിരുന്നു. പക്ഷെ ടീസർ കാണുന്നതിന് മുമ്പ് നമുക്ക് ഈ സിനിമയെ പറ്റി അത്ര വലിയ പ്രതീക്ഷയോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എങ്ങനെയാണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷെ ഇത് വലിയ പ്രതീക്ഷയില്ല നമ്മൾ കണ്ടത്. പക്ഷെ അത് കണ്ടതിന് ശേഷം നമുക്ക് എന്തൊക്കെയോ ഈ സിനിമയിലുണ്ട്, സിനിമാറ്റിക് ആയിട്ട് കുറച്ച് അനുഭവങ്ങൾ ഇതിനകത്ത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ തന്നൊരു ടീസർ തന്നെയായിരുന്നു. പിന്നെ ഇതിന്റെ ഡയറക്ടർ രഞ്ജിത് ശങ്കറാണ്. പുള്ളിയുടെ കുറച്ച് പടങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്, ചില പടങ്ങൾ ഇഷ്ടപ്പെടാത്ത പടങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ണി മൂന്നിനുമായിട്ടുള്ള എനിക്കൊന്ന് ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നു രണ്ടുപേരോട് ചേർന്നിട്ടുള്ളത്. അപ്പം നമുക്കിപ്പോ ഇതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടുതൽ അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. ഇയാളാണോ വിറ്റ്നസ്? ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അവിടെ കണ്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നിധി, ഞാൻ എന്നും കാണുന്ന സ്വപ്നം എന്താണെന്നറിയാം. ജയ് ഗണേഷിന് വെള്ളത്തിൽ നിന്ന് കിട്ടിയതുപോലെ എനിക്ക് ഒരു സൂപ്പർ പവർ കിട്ടുന്നുണ്ട്. ആ മുറിയിലെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇത് തന്നെയാണോ രാത്രി മുഴുവൻ പണി? രാവിലെ ഗ്രാഫിക് ഡിസൈനർ, രാത്രി പാർട്ട് ടൈം ഡിറ്റക്റ്റീവ്. പല ഡിസ്ട്രിക്റ്റിലായി 12 റോബർ ചെയ്തിട്ട് നടന്നിട്ടുണ്ട്. ഈ എവിഡൻസ് കൊണ്ട് പോലീസിന് എന്ത് യൂസ് ഉണ്ടാകുന്നതാണ് ഗണേഷ് കരുതുന്നത്? അവൻ അവിടെ ഇരുന്ന് ഈ ഇൻഫർമേഷൻ ഒക്കെ ആക്സസ് ചെയ്യും. എന്തിനാണോ നമ്മളൊക്കെ ഈ പണിയെടുക്കുന്നത്? ഐ തിങ്ക് ഹി ഹാസ് എ സ്കിൽ, വളരെ റെയർ ആയിട്ടുള്ളൊരു സ്കിൽ. നിനക്ക് എന്റെ കാലമാണ്. അത് വേണ്ട, ഇതെനി ശരിയാവോ? ഇത് ശരിയാവില്ല. Why are you always so upset? നീ ഇങ്ങനെ ആയത് ഒരു വിധിയാണെന്ന് വിചാരിക്കാം. എങ്ങനെയായിരുന്നു? ഇനി ജയഗണേഷിന്റെ കഥയൊന്നുമില്ല. சராசரி மனுஷன் இருக்காங்க, ஈர தீக்குச்சி மாதிரி. பிறந்த நாள்லேருந்து சமூகம் அவனை உரைச்சிட்டே இருக்கு. അതല്ല, അയാളല്ല കള്ളൻ. ഫൈറ്റ് ചെയ്യട്ടെ. So we have an Indian superhero now. നമുക്ക് ഇതിന്റെ ടീസർ കണ്ടപ്പോൾ അന്നേരം തോന്നിയത് ഇതൊരു സൂപ്പർ ഹീറോ മൂവിയാണ്. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരുന്നില്ല. ഇത് പുള്ളി എന്തോ ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പൊ അതിനകത്തൂടെ എന്തൊക്കെയോ ആ സ്റ്റോറീസ്, ജയ് ഗണേശ് എന്നുള്ള ആ ഒരു ഹീറോ പരിവേഷം കൊടുത്തിട്ട് അതിലൂടെ എന്തൊക്കെയോ സ്റ്റോറീസ് മേഞ്ഞ പബ്ലിക്കലി ഇത് ചെയ്യുന്നുണ്ട്. അത് ഗ്രാഫിക് ഡിസൈനർ എന്ന് പറയുന്നത്. എനിക്കൊന്ന് അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം രാത്രി കാലങ്ങളിൽ ഡിറ്റക്റ്റീവായിട്ട് ആക്റ്റീവ് ചെയ്യുന്നു പറയുന്നത്. അപ്പൊ എനിക്ക് അപ്പൊ എനിക്കൊന്ന് അതിലൂടെ അതേതോ ഒരു പ്രശ്നത്തിൽ വന്നിട്ട് അതിനുള്ള സർവേ കാര്യം കാണിക്കുന്നത്. അപ്പം ഈ ഡിറ്റക്റ്റീവ് എന്ന് വെച്ചാൽ എനിക്കൊന്ന് ഒരുപാട് അന്വേഷണങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിന് സൊല്യൂഷൻ കാണുന്നുണ്ട്. അത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ എതിരായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ എനിക്കൊന്ന് അങ്ങനെ ഒരു കേസിനകത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുന്നതും പിന്നീടുള്ള പുള്ളിയുടെ അങ്ങനെയൊക്കെ എന്തോ പ്രശ്നങ്ങളാണ്. അപ്പം എനിക്കൊന്ന് ഈ ഡിറ്റക്റ്റീവ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു ജയ് ഗണേശൻ എന്നുള്ള ഒരു സൂപ്പർ ഹീറോ പരിവേഷം കൊടുത്തിട്ട് ഈ അനിമേഷൻ വഴി അങ്ങനെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇല്ല പബ്ലിക്കിലേക്ക് വിടുന്നതൊക്കെ ആയിരിക്കാം ഈ സിനിമയിൽ. കൂടുതൽ നമുക്ക് പിടുത്തം തന്നില്ല. അപ്പം ത്രില്ലർ അനുഭവമാണല്ലേ, ഒരു ത്രില്ലർ കാറ്റഗറിയിലുള്ള ഒരു മൂവി തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറെ സീൻസും പിന്നെ ഈ ഒരു ഈ റോബറിയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ പിന്നെ കുറച്ച് ഇതിനകത്ത് കട്ട്സും ഇപ്പൊ ബീജിയം അല്ല, പിന്നെ ഇതിനകത്ത് കുറെ സീൻസ് ഒക്കെ ഉണ്ട്. നമുക്കൊരു ത്രില്ലർ പടം തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പം എനിക്കൊന്ന് രഞ്ജിത് ശങ്കറിന്റെ ഇതിനു മുമ്പ് അങ്ങനെ ഒരു എത്ര ഒരു ത്രില്ലർ മൂവീസ് എന്ന് വെച്ചാൽ നമ്മൾ ഹൊററൊക്കെ പ്രേതം ഒക്കെ നമ്മൾ കണ്ടതാണ്. ഹൊറർ മൂവീസ് ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, കോമഡി മൂവി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ത്രില്ലർ കാറ്റഗറിയിലേക്ക് അദ്ദേഹം വരുമ്പോൾ എത്രത്തോളം അത് വർക്ക്ഔട്ട് ആവും നമുക്കത് കണ്ടു തന്നെ അറിയണം. പിന്നെ ഇതിനകത്ത് ഈ അഭിനയം വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്ന് ഉണ്ണി മൂന്നിന് അദ്ദേഹം അത്യാവശ്യം നല്ല ടീച്ചറിനകത്ത് കട്ട് ചെയ്ത സീനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് പുള്ളിക്ക് നല്ല റോളുണ്ട്, നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ കുറെ ഇമോഷൻസ് സീൻസ് ഒക്കെ ട്രെയിലറിൽ കണ്ടിട്ട് തന്നെ നമുക്കത് കണക്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് ആ കാല് വയ്യാത്ത സീൻസും അങ്ങനെയൊക്കെ അത് നമുക്ക് കണക്ട് ചെയ്യുന്ന കുറച്ച് സീൻസ് ട്രെയിലർ തന്നെ കിട്ടുന്നുണ്ട്. അതെ, അപ്പൊ വിഷുവിന് എനിക്ക് തോന്നുന്നു ഇപ്പം ഏപ്രിൽ 11 കുറെ പടങ്ങളുണ്ടല്ലോ. ഇപ്പൊ ജയ് ഗണേശ്, അതുപോലെ തന്നെ ആവേശം,
പിന്നെ വർഷങ്ങൾക്ക് ശേഷം, അങ്ങനെ കുറെ സിനിമകളുടെ ലിസ്റ്റ് ഇപ്പൊ April 11 എന്നുള്ള ഡേറ്റ് തന്നെ ഇതില് വന്നിട്ടുണ്ട്. ഏറ്റവും നല്ല സിനിമ അതെ, ഇതെനിക്ക് ഇപ്പൊ ഓണത്തിനുള്ള ക്ലാഷ് ചില സമയത്ത് ചിലപ്പോ എല്ലാം കൂടെ ക്ലിക്കായാലും കൊള്ളായിരുന്നു. ഇപ്പൊ തന്നെ ഫെബ്രുവരി മാസം അറിയാം, ഫെബ്രുവരി മാസം തന്നെ എടുത്തു നോക്കുവാണെങ്കിൽ ആ 4 പടങ്ങൾ വന്ന് 4 ഹിറ്റ് അടിച്ച സിനിമകളാണ്. അതിനകത്ത് 2 പടം 100 കോടി കിടന്നു. അപ്പൊ അതുപോലെ ഒരു മാസം തന്നെ ആകട്ടെ ഏപ്രിലിൽ നമ്മൾ ആശംസിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ട ഒരു ഡീസന്റ് ത്രില്ലർ മൂവിക്കുള്ള ഒരു കട്ട്സ് തന്നെയായിരുന്നു ഈ ഒരു ട്രെയിലർ നമ്മൾ കാണാൻ പറ്റി. ഡീസന്റ് പടമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.